ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഓഫ് ഡേ നമ്മൾ പുറത്ത് പോയി ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഫ്രൈഡേ ആണ് ഇവിടെ ഓഫ് ഉള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ കുറേ പേർക്കൊക്കെ ബോഡി പെയിനൊക്കെ ആയതുകൊണ്ട് വന്നില്ല. അപ്പം ഞാനും ജെസ്സിക്കയും ആയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ 10 മണിക്ക് നമ്മൾ ബ്രഞ്ച് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നമുക്ക് ചോറും പിന്നെ അവിയലും സാലഡ്, രസം, ഉപ്പേരി എല്ലാതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു. എന്നിട്ട് ഞാനും അയോക്ക ആൻഡ് ജെസ്സിക്ക ഞങ്ങൾ 3 പേരാണ് പോകുന്നത്. ജെസ്സിക്ക ഫ്രം ഫ്രാൻസാണ്. ജെസ്സിയുടെ പാരൻസ് പോണ്ടിച്ചേരിക്കാരാണ്, പക്ഷെ അവർ സെറ്റിലായത് ഫ്രാൻസിലാണ്. അപ്പോൾ മുന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അയോക്കനെ അറിയുന്നുണ്ടാവും. അയോക്ക ജപ്പാനാണ്. അപ്പോൾ നമ്മളൊരു 11:30 ആ ടൈമിലാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബസ് അവിടെ നിന്ന് കിട്ടും. ഡാമിൻ്റെ സൈഡിൽ ബസ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു ജംഗ്ഷനിലാണ്, ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവരും ചില്ലറ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്, പിന്നെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഡ്രസ്സില്ല, അപ്പോൾ അത് മേടിക്കാണ്ട്, പിന്നെ അയോക്കയ്ക്ക് ട്രഡീഷണൽ വെയേഴ്സ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാനാണ് ഇന്നിപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു സ്മാർട്ട് ബോയിനെ കണ്ടു. അപ്പോൾ നമ്മളോട് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ആൾക്ക് കുറച്ച് നാടൊക്കെ ഉണ്ട്, LKG പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയൊക്കെ ഭയങ്കര ബിസിയിലായിരുന്നു. അവൾ എല്ലാതും ഫോട്ടോ എടുത്ത് വെക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ബസ് വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തെത്തി. നമുക്ക് ബസ്സിൻ്റെ ടൈമൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രൈവറ്റായിട്ട് ബസ് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അതിൽ കയറി. അപ്പോൾ ഭയങ്കര അയൊക്കെ ഫസ്റ്റ് ടൈമാണ് ബസ്സിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫുൾ വീഡിയോ ഫോട്ടോ എടുത്ത് വെക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അവളുടെ എക്സൈറ്റ്മെൻറ്റ് കാണാൻ. അപ്പോൾ നമ്മൾ ആശ്രമത്തിലെ യോഗ വെക്കേഷനിൽ 2 പേരെ കണ്ട് അവരൊക്കെ നമുക്ക് ഹായ് തന്നു. അപ്പോൾ അയൊക്കെ കണ്ടില്ലേ, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അവൾ ഇന്ത്യയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ബസ്സിൽ കയറുന്നത്. അപ്പോൾ ബസ്സിൽ ഡോറ് ക്ലോസ് ചെയ്യാത്തപ്പോൾ അവൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, എങ്ങനെ ഡോറ് ക്ലോസ് ചെയ്യാതെ വണ്ടി ഓടിച്ച് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഡാം സൈഡ്. അപ്പോൾ ഇവിടെ നിന്നൊരു അരമണിക്കൂർ അടുത്തുള്ളൂ കേട്ടോ നമ്മൾ പോകുന്ന. കാട്ടാക്കട എന്നാണ് ജംഗ്ഷൻ്റെ പേര്. അപ്പോൾ അയൊക്കെ ഫുൾ ക്യാപ്ചർ ചെയ്യായിരുന്നു ഓരോ മൊമെൻറ്റ്സും. അവളെ മെമ്മറി ആയിട്ട് അവൾക്ക് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകാനുള്ളത് ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. ഇനി നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് ഇയറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജുംക്ക അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് എനിക്ക് ഷൂ എടുക്കാനായിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ ഷൂ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ മോർണിംഗ് വാക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്ലിപ്പർ ഇടുമ്പോൾ കാല് വേദനിക്കും. അപ്പോൾ ഒരു ഷൂ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അയാൾക്കും ജെസ്സിക്കയും കൂടിയാണ് എനിക്ക് സെലക്ട് ചെയ്ത് തരുന്നത്. അങ്ങനെ കുറച്ച് ഷൂ ഒക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ചിലതൊന്നും എൻ്റെ സൈസ് ആയിരുന്നില്ല, എനിക്ക് ലൂസായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇതിലാണ് ഉറപ്പിച്ചത്. ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഇതെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ബുക്ക് സ്റ്റോളിൽ പോയിട്ട് ജെസ്സിക്കയ്ക്ക് ബുക്സ് മേടിക്കാനുണ്ടായിരുന്നു. അയൊക്കെ ഒരു പോക്കറ്റ് ഡയറി മേടിച്ചു, മലയാളം വേർഡ്സൊക്കെ എഴുതി വെക്കാൻ അവൾക്ക്. മലയാളം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയതൊരു ടെക്സ്റ്റൈലിലോട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ട്രഡീഷണൽ വെയേഴ്സ് അയോക്കയ്ക്ക് നോക്കണം എന്നുണ്ടായിരുന്നു. അവൾക്ക് ജപ്പാനിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ അവളൊരു ഫ്രണ്ടിന് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വൈറ്റാണ് ആദ്യം എടുത്തത്. അയോക്കയ്ക്ക് വൈറ്റ് ഒന്ന് ട്രൈ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ നമുക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ സിമ്പിൾ വർക്കാണ്, എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവൾക്കും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇത് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്.
അപ്പോൾ അവരെന്നെ അവിടെ നിന്ന് ഓൾട്ടർ ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ തരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ തീരെ ഫിറ്റായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് വേറെ കുറച്ച് കളേഴ്സായിട്ടുള്ള കളർഫുള്ളും കുറച്ച് പ്രിൻറ്റഡ് ആയിട്ടുള്ള കുർത്താസൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ആൾക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് വേറെ കളേഴ്സൊക്കെ ചേരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാ കുർത്താസും കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര കൺഫ്യൂഷനായി. അപ്പോൾ നമ്മൾ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പ്രാക്ടീസിന് ഓൾറെഡി ഡ്രസ്സ് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പ്രാക്ടീസ് ഉണ്ടാകാൻ പറ്റുന്ന ഒരു ഡ്രസ്സൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു. അപ്പോൾ അയൊക്കെയാണ് എനിക്ക് സെലക്ട് ചെയ്ത് തരുന്നത്. നമ്മൾ ഡ്രസ്സൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ പോയത് നമ്മൾ ബസ്സിൻ്റെ ടൈം ചോദിക്കാനാണ്. അപ്പോൾ അത് ചോദിച്ച് നമ്മൾ നീച്ചസിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൊറോട്ട മേടിക്കാൻ ബസ്സിൻ്റെ സമയമായപ്പോൾ നമ്മൾ പാർസലാണ് മേടിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ കോഴ്സ് കഴിയുന്ന വരെ പുറത്തുനിന്ന് ഹെവി ഫുഡൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു സമൂസ മേടിച്ചു കേട്ടോ. ഏതായാലും വന്നാൽ എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് വെച്ചൊരു സമൂസ മേടിച്ചു. അപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ടയേർഡായി ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ബസ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വന്നു. അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ആശ്രമത്തിലോട്ട് വന്നു. അപ്പോൾ അയൊക്കെ ടൈമൊക്കെ നോക്കുകയാണ് നമ്മളുടെ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. I enjoy the town. അങ്ങനെ നമ്മൾ ഫ്രഷായിട്ട് ഡിന്നർ കഴിക്കാൻ പോയി. നൂൽപുട്ടും കോളിഫ്ലവർ ഗ്രേവി ആയിരുന്നു. അപ്പോൾ നമ്മൾ മൊത്തം ടീമും ഇവിടെ ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളും കമ്പനിക്ക് വന്നു. അപ്പോൾ വിമൽ ചേട്ടൻ വീട്ടിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിമൽ ചേട്ടൻ്റെ വൈഫ് അടിപൊളി ബജ്ജി ഉണ്ടാക്കി തന്നു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗായ്സ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Jani.